നന്നായി കളിച്ചു എന്ന് മാത്രമല്ല, ഫസ്റ്റ് 20 മിനിറ്റൊക്കെ അവർ ലീഡ് ചെയ്ത് ഡ്രോ പിടിച്ചെങ്കിലും അവർക്ക് അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ ഒരു 10-20 മിനിറ്റ് ഡിഫൻസ് ചെയ്ത് അവർ നോക്കി ട്രൈ ചെയ്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് അവർ അത് നടത്തിയത്. പക്ഷെ സ്വിച്ച് ചെയ്ത പോലെ അവർ കളി ചേഞ്ച് ചെയ്ത് പിന്നെ പ്രസ്സിംഗ് ഗെയിം നടത്താൻ തുടങ്ങി. അവിടെയാണ് ബാർസലോണക്ക് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടത്. അവിടെ കളി രണ്ടുപേരും ടഫ് ഗെയിമായി അവിടെ. അപ്പോൾ ത്രില്ലിംഗ് ആയി ഗെയിം. ഒരു കളി അങ്ങ് അത്ലറ്റിക്കോ ലീഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബാർസലോണ എന്നാണ്. ബാർസലോണ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇവർ അത്ലറ്റിക്കോ സമ്മതിക്കുന്നില്ല. ഡിഫൻസിൽ ഇവർ നല്ല ടൈറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫൻസീവിലും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കളിക്കുന്നുമുണ്ട്. എന്തായാലും ബാർസലോണ കാര്യത്തിൽ നല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നല്ല കളി കളിച്ചിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നത്തെ കളി അവർ ഉഷാറാക്കി. ഗ്രീസ്മാനൊക്കെ പ്രൈം ടൈമിലേക്ക് പോയ പോലെ എനിക്ക് തോന്നിയത്. ഏത് കളി ഗ്രീസ്മാനൊക്കെ. പൊതുവെ ഗ്രീസ്മാന് ഒന്ന് ഡൗൺ ആയി കളിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ പുള്ളിക്കാരൻ രക്ഷയില്ലാതെ കളി കേട്ടോ. ചില പാസൊക്കെ ത്രൂ പാസൊക്കെ പോകുന്നതാണ് പുള്ളിന്റെ കയ്യിൽ നിന്ന്. അയ്യോ, രക്ഷയില്ലാത്ത. അതിലാണ് ഒന്ന് സ്കോർ പോയത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അടിപൊളി ഉഷാർ കളി. ചതറട്ടെ പിള്ളേരെ.